അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി വരിക്കച്ചക്ക വെച്ചിട്ടുള്ളതാണ്. നല്ല പഴുത്തിട്ടുള്ള കുറച്ച് വരിക്കച്ചക്കതായി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പഴുത്തിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ മീഡിയം സൈസ് നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 എടുക്കുക. ഇനി ഈ വരിക്കച്ചക്കയിൽ നിന്നും കുറച്ച് ചക്ക നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വേണ്ടതെന്ന് ഞാൻ അളവും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പോൾ ഒരു 15 വരിക്കച്ചക്കയാണ് അരിഞ്ഞ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ അളവ് കപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരത്തക്ക വിധം വേണം എടുക്കാൻ. ഇനി പഴവും ചക്കയും ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തു. നമുക്ക് ഓരോ കുഴികളിലായിട്ട് ചക്കപ്പഴം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3 നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തു. അതും കൂടി ഇതിലേക്ക് വെക്കാം. ആവിയേറ്റ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആവി ഏറുന്നതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ പഴവും ചക്കപ്പഴവും ഒന്ന് നമുക്ക് ആവിയേറ്റ് എടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ തുറന്ന് നോക്കാം. അപ്പോൾ പഴവും ചക്കപ്പഴവും ഒക്കെ നല്ലതുപോലെ ആവിയേറി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ തൊലിയും മാറ്റുക. അതുപോലെ തന്നെ ചക്കപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള ചക്കക്കുരുവും എടുത്ത് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റുക. പഴവും ചക്കപ്പഴവും നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ആവിയേറ്റി എടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മിക്സിയിലൊന്നും വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് പച്ചരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പകുതി അരിപ്പൊടിയും പകുതി ഗോതമ്പ് പൊടിയും അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ ഒരു സ്പാച്ചില വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ആദ്യം ഒഴിക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഒരു അയഞ്ഞ പരുവത്തിന് വേണം മാവിരിക്കാൻ. അപ്പോൾ അത് കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ശർക്കര എടുക്കുക. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോ 1 കപ്പോ ശർക്കര എടുക്കുക. ഞാനിപ്പോൾ പൊടിച്ച ഓർഗാനിക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ശർക്കര ഉരുകി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരട്ടെ. ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 6 ഏലക്ക അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം തല്ലി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിരകിയെടുത്ത തേങ്ങ 2 കപ്പ് ചേർക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അവിൽ വേണമെന്നുണ്ടെങ്കിൽ അവിലും കൂടെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. 1 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് അവിലും ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് വറ്റി വരണം. അപ്പോൾ അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കുന്നത്.
ഒരുപാട് വറ്റി വരണ്ട് പോവരുത്, ചെറിയൊരു നനവ് വേണം. 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 കശുവണ്ടി പരിപ്പ് ഇടികൽ വെച്ചിട്ട് ഒന്ന് കുത്തി പൊട്ടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് 1.5 ടേബിൾ സ്പൂണൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയും മതി. ചെറിയൊരു നനവ് വേണം, പിന്നെ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ വലിയ ഉരുളയാക്കി എടുക്കുക. നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് നീളത്തിൽ ഉരുട്ടിയതിന് ശേഷം വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നെയ്യോ എണ്ണയോ വേണമെന്നുണ്ടെങ്കിൽ തടവുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മാവ് നീളത്തിൽ ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുക. ഒരുപാട് കനം ആയി പോവരുത്. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫില്ലിങ് അങ്ങ് കുത്തി നിറയ്ക്കരുത്. ഇനി ഇതൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതെടുത്ത് ഇലയുടെ ഒരറ്റത്ത് വയ്ക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഇല വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കുക. ഇപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തു. ഇനി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കുക, മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് വെറൈറ്റി അല്ലേ, റോൾ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ വെറൈറ്റി ആയിട്ട്. അത് കണ്ടല്ലേ. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഇത് ചായയുടെ കഴിക്കാം, അല്ലാതെ സ്പെഷ്യലായിട്ട് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ റോൾ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തും കഴിക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, നല്ല പഞ്ഞ് പോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്